ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഈ ശ്രീതുസിനെ കൊണ്ട് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ വന്നത്. അപ്പോൾ തന്നെ നേരെ ചാലിയം ബീച്ചിലേക്ക് വിട്ടു. ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അപ്പോഴേക്കും നല്ല ഇരുട്ട് വന്ന് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ തിരമാലകളുടെ ആ ഭംഗി കാണാൻ സാധിച്ചില്ല. എങ്കിലും ബീച്ചിലെ ആ അന്തരീക്ഷം, നല്ല കാറ്റ്, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്നാലും ഒരുപാട് പേർ കുടുംബാംഗമായും കൂട്ടുകാരുമായും സമയം ചിലവഴിക്കുന്നുണ്ടായിരുന്നു. ബീച്ചിൽ വന്നാൽ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാതെ പോകുന്നത് എങ്ങനെ? ഉപ്പിലിട്ടതും കല്ലുമ്മക്കായും ചൂട് ചായയും കുടിച്ചപ്പോൾ വൈകുന്നേരം ഉഷാറായി. ആക്ച്വലി ഇതൊരു വ്ളോഗിന് വേണ്ടി പ്ലാൻ ചെയ്ത യാത്രയല്ല കേട്ടോ. മോളെയും കൂട്ടി വെറുതെ പുറത്ത് ഇറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ചയെല്ലാം ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ഒന്നും ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞങ്ങളെക്കാളേറെ ഈ വൈബ് ആസ്വദിച്ച് ഞങ്ങളുടെ മോളായിരുന്നു. ബീച്ചിലെത്തിയപ്പോൾ തന്നെ അവളെ ഒരു ടോയ് കാറിൽ ഇരുത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷേ സത്യം പറഞ്ഞാൽ ഏട്ടനതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം മോൾ എപ്പോഴും നേരെ ഇരിക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാറിൽ നിന്ന് വീഴുമോ എന്നൊരു പേടി ഏട്ടനുണ്ടായിരുന്നു. എന്നാലും ഈ സന്തോഷം അവൾക്ക് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് സമയം ഇരുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എത്രയൊക്കെ ചിരിപ്പിക്കാൻ നോക്കിയിട്ടും അവൾക്ക് മൈൻഡില്ല. ചുറ്റുമുള്ള കാഴ്ചകളുമൊക്കെ കണ്ട് ആസ്വദിച്ച് ഗൗരവത്തിലായിരുന്നു. ഞങ്ങളുടെ മോളുടെ ആ സന്തോഷം തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശ്രീതുസിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ചുറ്റുമുള്ള കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന തിരക്കിലായിരുന്നു അവൾ. അപ്പുറത്ത് ബേപ്പൂർ ബീച്ചിൻ്റെ ലൈറ്റുകൾ കാണാം. അവിടെയുള്ള കാഴ്ചകൾ മനോഹരമാണ്. അങ്ങനെ എല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ മഴ തുടങ്ങിയത്. പെട്ടെന്ന് വന്ന മഴ കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ ഒരു ചെറിയ ടെസ്റ്റോടുകൂടി ഞങ്ങളുടെ യാത്ര അവസാനം. മഴ കാരണം പെട്ടെന്ന് തിരികെ പോരേണ്ടി വന്നു. എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.